വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ CR സ്പീച്ച് ആൻഡ് ആക്ട്സ്. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ മനസ്സിലാക്കിയത് ആശംസാ പ്രസംഗവും നന്ദി പ്രസംഗവുമാണ്. എന്നാൽ ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് അനുശോചന പ്രസംഗമാണ്. അനുശോചന പ്രസംഗം എന്ന് പറയുമ്പോൾ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, മത മേഖലകളിൽ ഉള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ മരിച്ചാൽ നമ്മൾ സംഘടിപ്പിക്കുന്ന യോഗമാണ് അനുശോചന പ്രസംഗം. അനുശോചന പ്രസംഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അനുശോചന പ്രസംഗത്തിൽ ആ യോഗത്തിൽ ഉണ്ടാവുക അധ്യക്ഷൻ മാത്രമാണ്. മറ്റുള്ള യോഗങ്ങളിൽ സ്വാഗത പ്രഭാഷകനും അതുപോലെ ഉദ്ഘാടകനും മുഖ്യപ്രഭാഷകനും ആശംസാ പ്രഭാഷകനും നന്ദി പ്രഭാഷകനും ഒക്കെ ഉണ്ടാകും. എന്നാൽ അനുശോചന യോഗത്തിൽ അധ്യക്ഷൻ മാത്രമാണ് വേദി നിയന്ത്രിക്കാനായിട്ട് ഉണ്ടാവുക. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ ഒരു അനുശോചന പ്രസംഗത്തിന് വിളിച്ചാൽ, അവിടെ രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി നമ്മളെ ക്ഷണിച്ചാൽ നമ്മൾ എങ്ങനെ സംസാരിക്കും എന്നതാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ അനുശോചന പ്രസംഗം എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രസംഗമൊന്നുമല്ല. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ സംസാരിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം. അനുശോചന പ്രസംഗത്തിൽ പ്രസംഗിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, ആ മരിച്ചുപോയ വ്യക്തിയുടെ ഗുണഗണങ്ങൾ, അദ്ദേഹത്തിൻ്റെ നന്മകൾ, അതുമാത്രമാണ് നമ്മൾ പറയാൻ പാടുള്ളൂ. അല്ലാതെ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹം ചെയ്ത മോശം കാര്യങ്ങൾ, പ്രവൃത്തികൾ ഒരിക്കലും പറയാൻ പാടില്ല. അപ്പോൾ ഒരു രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണെങ്കിൽ ആ യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ മാത്രമല്ല ഉണ്ടാവുക. ഉദാഹരണമായി കോൺഗ്രസ്സിലെ ഒരു ഉന്നത നേതാവാണ് മരിച്ചതെങ്കിൽ ആ യോഗത്തിൽ കോൺഗ്രസ്സുകാർ മാത്രമല്ല ഉണ്ടാവുക, CPM-കാരുണ്ടാകും, അതുപോലെ BJP-യിലെ നേതൃത്വമായിട്ടുള്ള ആളുകളുണ്ടാകും, അതുപോലെ ലീഗിലെ ആളുകളുണ്ടാവും, മറ്റ് പല രാഷ്ട്രീയ മേഖലകളിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉണ്ടാവും. അപ്പോൾ തന്നെ ഒരിക്കലും രാഷ്ട്രീയപരമായിട്ട് ഈ മരിച്ച വ്യക്തിയോട് എതിർപ്പുണ്ടെങ്കിലും വിയോജിപ്പുണ്ടെങ്കിലും അതൊന്നും പ്രകടമാക്കാനുള്ള അവസരമല്ല ഇത്. അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ മാത്രമാണ് നമുക്ക് സംസാരിക്കാൻ പാടുള്ളൂ, മറ്റതൊന്നും പറയാൻ പാടില്ല. ചില ആളുകൾ മരിച്ച വ്യക്തിയുടെ ഓരോ ഗുണഗണങ്ങളും നന്മകളും ഓരോന്നും അക്കമിട്ട് എണ്ണി എണ്ണി പറയും. അവസാനം പറയും, വൈകിട്ട് 2 വീശുന്ന ഒരു പരിപാടിയാണ് അദ്ദേഹത്തിന് ഒരു മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുമാത്രമല്ല, അങ്ങനെ 2 വീശിയാൽ പിന്നെ അദ്ദേഹം പറയുന്നത് കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടാണ്. ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് അദ്ദേഹത്തോടൊരു വിയോജിപ്പുള്ളത് എന്ന് നമ്മൾ പറഞ്ഞാൽ കംപ്ലീറ്റ് പോയി. പിന്നെ നിങ്ങളൊന്നും പറയേണ്ടതില്ല. അതായത് ഒരു നാടൻ ചൊല്ലുണ്ട്, അന്ത്യോളം വെള്ളം കോരിയ കുടം ഉടച്ചതിന് തുല്യമാണത്. അപ്പോൾ ഒരിക്കലും ഒരു നെഗറ്റീവും പറയാൻ പാടില്ല. എല്ലാം പോസിറ്റീവായിരിക്കണം, അദ്ദേഹത്തിൻ്റെ നന്മകളായിരിക്കണം, അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളായിരിക്കണം, അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, എപ്പോഴും സ്ഥായിയായിട്ടൊരു ദുഃഖം, ഒരു നേരിയൊരു ദുഃഖം നമുക്കുണ്ടാകണം. സന്തോഷത്തോടുകൂടി ഒരിക്കലും അനുശോചന പ്രസംഗം നടത്തരുത്. അതുപോലെ തന്നെ ആവേശഭരിതമായിട്ടുള്ളൊരു പ്രസംഗം, കൈകളൊക്കെ ഇങ്ങനെ ഉയർത്തിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന രീതിയും നല്ലതല്ല. അപ്പോൾ വളരെ പതുക്കെ, ശബ്ദം കുറച്ച്, അതായത് ഹോളിലുള്ള ആളുകൾ കേൾക്കാൻ മാത്രമുള്ള ഒരു ശബ്ദത്തിൽ സംസാരിക്കുക. നേരിയ ദുഃഖം ആദ്യ അവസാനം വരെ നമുക്ക് ഉണ്ടാകണം. ആവേശകരമായ ഒരു പ്രസംഗത്തിനുള്ള ഒരു അവസരമല്ല ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ പറയണം. പിന്നെ അദ്ദേഹവുമായി ഉണ്ടായിരുന്ന ആത്മബന്ധം, അദ്ദേഹം നമുക്ക് ചെയ്തിട്ടുള്ള സേവനങ്ങൾ, അദ്ദേഹത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്, ഇതൊക്കെ അറിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു അനുശോചന പ്രസംഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
വേറെ പ്രസംഗമുണ്ട്, അനുസ്മരണ പ്രസംഗം. അനുസ്മരണ പ്രസംഗവും അനുശോചന പ്രസംഗവും രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കണം. അനുസ്മരണ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മരിച്ചതിന് ശേഷം 1 വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും, ഒരു പക്ഷേ 50 100 വർഷം കഴിഞ്ഞാലും ഒക്കെ അനുസ്മരണ യോഗം നമുക്ക് വിളിച്ചു കൂട്ടാം. പക്ഷേ അനുശോചന പ്രസംഗം എന്ന് പറയുമ്പോൾ ഒരിക്കൽ മാത്രം നടത്തുന്ന പ്രസംഗമാണ്. വ്യക്തി മരിച്ചതിന് ശേഷം ഒരുപക്ഷെ ആ ദിവസമോ, രാവിലെ മരിച്ചാൽ വൈകിട്ടോ അല്ലെങ്കിൽ വൈകിട്ട് മരിച്ചാൽ അതിൻ്റെ അടുത്ത ദിവസമോ നടത്തുന്ന ഒരു യോഗമാണ് അനുശോചന പ്രസംഗം. അനുസ്മരണം എന്ന് പറയുമ്പോൾ 1 കൊല്ലം കൂടുമ്പോൾ നടത്താം, 2 കൊല്ലം കൂടുമ്പോൾ നടത്താം, ഇനി 10 വർഷം, എത്ര വർഷം കൂടുമ്പോഴും ആ മരിച്ച ആണ്ട് തികയുന്ന ദിവസം നമുക്ക് നടത്താവുന്നതാണ്. അതിന് കാലപരിധികളില്ല. എപ്പോൾ വേണമെങ്കിലും നടത്താം. ആ വാർഷികത്തിനൊക്കെ നമുക്ക് നടത്താം. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. നമ്മൾ തുടങ്ങേണ്ടത് ഇങ്ങനെയാണ്. ഏറെ ശോകമുഖമായ, ഏറെ ദുഃഖസാന്ദ്രമായ ഈ യോഗം നിയന്ത്രിക്കുന്ന ബഹുമാന്യനായ അധ്യക്ഷൻ മുഹമ്മദ് കുട്ടി, കൂടാതെ വേദിയിലെയും സദസ്സിലെയും പ്രശസ്തരും പ്രമുഖരുമായ വ്യക്തിത്വങ്ങളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ അബ്ദുള്ള കുട്ടി നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഈ യോഗം വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. അക്ഷരാർത്ഥത്തിൽ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ വളരെ ഞെട്ടലോടെയാണ് ഞാൻ ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടത്. നമ്മുടെ പ്രിയങ്കരനായ അബ്ദുള്ള കുട്ടി, അദ്ദേഹം നമ്മുടെ സമൂഹത്തിന് ചെയ്തതായിട്ടുള്ള നന്മകൾ, അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, കുടിവെള്ള പദ്ധതി, അതുപോലെ തന്നെ അഴുക്കുചാൽ നിർമ്മാണം, പാർപ്പിട പദ്ധതി, പാവപ്പെട്ടവർക്കുള്ള സഹായങ്ങൾ, അങ്ങനെ നിരവധി ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് അബ്ദുള്ള കുട്ടി സാറാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് നമ്മുടെ ഈ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്നിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശ്രീമാൻ അബ്ദുള്ള കുട്ടി ഒരു നല്ല സുഹൃത്ത് എന്നതിലുപരി അദ്ദേഹം എനിക്ക് ഗുരുതുല്യനും അതോടൊപ്പം എൻ്റെ ജ്യേഷ്ഠ സഹോദരന് തുല്യമായൊരു വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. എൻ്റെ ഏതാവശ്യത്തിനും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അദ്ദേഹം ശാന്തശീലനും മിതഭാഷിയും എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന, ഇടപെടുന്ന അദ്ദേഹം, നമുക്കെല്ലാവർക്കും അദ്ദേഹം ഒരു ആശ്വാസവും സന്തോഷവും ഉളവാക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിലൂടെ പോകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്കെല്ലാവർക്കും തീരാ നഷ്ടമാണ്. രാഷ്ട്രീയ എതിരാളികൾ പോലും രാഷ്ട്രീയമായി അദ്ദേഹത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ പോലും വ്യക്തിപരമായി അദ്ദേഹത്തെ എല്ലാവരും സ്നേഹിക്കുന്നു എന്നതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ്.
അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വിയോഗമേൽപ്പിച്ച ആ അനുഭവത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് മുക്തി കിട്ടുവാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എൻ്റെ ആത്മാർത്ഥമായ ഹൃദയത്തിൽ തട്ടിയുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ ശ്രവിച്ച നിങ്ങളെല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം ഒരു അനുശോചന പ്രസംഗം. വളരെ സാവധാനം, നേരിയ ഒരു ദുഃഖത്തിൽ നമ്മൾ സംസാരിക്കുമ്പോഴാണ് അത് അനുശോചന പ്രസംഗമാകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു അനുശോചന പ്രസംഗത്തിനുള്ള ഒരു അവസരം ലഭിച്ചാൽ തീർച്ചയായും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നല്ലൊരു അനുശോചന പ്രസംഗം എനിക്ക് നിങ്ങൾക്കും ഒക്കെ നിർവഹിക്കാവുന്നതാണ് എന്നറിയിച്ചുകൊണ്ട് ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.